കുർത്തിക്കും ഫ്രോക്കിനും എങ്ങനെ പെർഫെക്റ്റായിട്ട് ഒരു കോളർ കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 5 ഇഞ്ച് വീതിയിലും 16 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു സ്റ്റിഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ സൈഡിലും മറ്റൊരു ഭാഗത്തും കൂടെ നമ്മൾ 1/2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുന്നു. കണ്ടോ, അത് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് 3 ഇഞ്ച് വീതിയിൽ ആ ക്ലോസ്ഡ് ഭാഗത്തു നിന്ന് 3 ഇഞ്ച് വീതിയിൽ അവിടെ അതൊന്ന് നോട്ട് ചെയ്തിട്ട് മുകളിൽ നിന്നും ആ വരച്ചതിൻ്റെ മുകളിൽ നിന്നും നമ്മളൊരു കർവായിട്ട് വരച്ച് ആ 3 ഇഞ്ച് വരെ നമ്മൾ വരച്ച് എടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം ഫോൾഡ് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് 1 ഇഞ്ച് വീതി എടുക്കുക. എന്നിട്ട് ആ 1 ഇഞ്ച് ഫുൾ ആ ലൈനിന് നേരെ മുഴുവനും നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ആ ഒരു ലൈൻ ഇപ്പം നമ്മളൊരു നോട്ട് ചെയ്തല്ലോ, അവിടെ നമ്മൾ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ മാറ്റുക. ഇപ്പോൾ നമുക്കൊരു കോളറിനുള്ള ഏകദേശം ഒരു ആകൃതി വന്നല്ലോ, അതിൻ്റെ ഒരു ലൈൻ വന്നു. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എത്ര ഇഞ്ച് വീതി വേണം, എത്ര ഇഞ്ച് വേണം നമുക്ക് കോളറിൽ നിന്ന് നോക്കണം. കൊച്ചു കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ആണെങ്കിലോ നമ്മുടെ കുർത്തിക്കാണെങ്കിലോ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്ക് അളന്നതിന് ശേഷം എത്ര ഇഞ്ച് വേണം നോക്കാം. ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 10 ഇഞ്ച് വീതിയിൽ നിന്നും ഒരു ലൈൻ വരച്ച് മാറ്റിയിട്ട് അതിനുശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ നമ്മളിങ്ങനെ ഒരു കർവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. വേണ്ടേ, കോളർ റെഡി ആയിരിക്കുന്നു, കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ക്ലോത്തിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്.